Hi guys, we are from CBC Mahindra. ഇന്ന് നമ്മളുടെ ലേറ്റസ്റ്റ് അപ്ഡേഷനായ EV-EL Proനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത്. ഇതാണ് നമ്മളുടെ EV-EL Pro. നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാടധികം പൊല്യൂഷൻസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ പുറത്തിറങ്ങുമ്പോഴും നമ്മളിപ്പം ഇപ്പോൾ ട്രീസ് ആയാലും നമ്മൾ സേവിങ്സും കാര്യങ്ങളൊന്നുമില്ല. ട്രീനെയൊക്കെ നമ്മൾ ഒരുപാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേക ഒരു അപ്ഡേഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ മഹേന്ദ്ര XUV-EL Pro നമ്മൾ ഇവിടെ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഇതിലാകുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റ ചാർജിൽ 456 കിലോമീറ്റേഴ്സാണ് നമുക്ക് കമ്പനി പറയുന്നത്. നമുക്ക് ആ ഒരു കിലോമീറ്റേഴ്സ് ഇതിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് മഹേന്ദ്രയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് അപ്ഡേഷൻസ് ആണ്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ലോഗോ. ട്വിൻ പീക്സ് എന്നാണ് ലോഗോനെ അറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് വരുമ്പോഴത്തേക്കും പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് വിത്ത് LED DRലാണ് വരുന്നത്. തൊട്ട് താഴെ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും 16 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് നമുക്ക് കമ്പനി പറഞ്ഞിരിക്കുന്നത്. 16 കട്ട് ഡയമണ്ട്, ഇതാണ് ആ ഡയമണ്ട് കട്ട് അലോയ്സിൻ്റെ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഇവിടെയാണ് നമ്മൾ ചാർജ് കണക്ട് ചെയ്യണത്. CCS2 ആണ്. ഇവിടെ നമുക്ക് എല്ലാ ടൈപ്പ് ചാർജിങ്ങും നമുക്ക് ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസാണ് ഇതിലുള്ളത്. ഇവിടെ നമുക്ക് വരുമ്പോഴത്തേക്കും ചാർജിങ് പോർട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞ കളേഴ്സാണ്. ഇവിടെ നമുക്ക് ഗ്ലോസി ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡഡ് കളേഴ്സ് വരുന്നുണ്ട്. തൊട്ട് താഴെ വൈറ്റും ഇവിടെ കോപ്പർ കളേർഡാണ് പറഞ്ഞത്. ഇത് തൊട്ട് മുകളിൽ റൂഫ് റെയിൽസിൽ ഉൾപ്പെടെ നമ്മൾ ഗ്ലോസി ബ്ലാക്കിൻ്റെ ഷെയ്ഡഡ്സാണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പുറകിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ LED ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലാകുമ്പോഴത്തേക്കും ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ സ്പോയിലർ വരുന്നുണ്ട്. നമുക്ക് തൊട്ട് ബാക്കിൽ വരുമ്പോഴത്തേക്കും ഡീഫോഗർ ലൈൻസ് വരുന്നുണ്ട്. വൈപ്പർ വിത്ത് വാഷറാണ് വരുന്നത്. താഴെ വരുമ്പോഴത്തേക്കും ഇവിടെ നേരത്തെ പറഞ്ഞ ആ സെയിം ലോഗോ താഴെയും അതിൻ്റേതായിട്ടുള്ള രീതിക്ക് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ സിമ്പിളായ ട്വിൻ പിക്സ് ആണ് വരുന്നത്. അത് നമ്മൾ കോപ്പർ ഷെയ്ഡഡ്, ഇതിന് 400 ആയതുകൊണ്ട് കോപ്പർ ഷെയ്ഡഡ് കളറിലാണ് ആ ഒരു ട്വിൻ പിക്സിൻ്റെ ഷെയ്ഡഡ് കളർ വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ബാക്ക് ക്യാമറ വരുന്നുണ്ട്. ഇവിടെ XUV 400 ഉൾപ്പെടെ കോപ്പർ ഷെയ്ഡഡിലാണ് അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ വെഹിക്കിൾ വരുമ്പോൾ 3 ഡ്രൈവ് മോഡ്സ് ആണ് വരുന്നത്. ആ 3 ഡ്രൈവ് മോഡ്സ് എന്ന് പറയുന്നത് ഫണ്ണ്, ഫാസ്റ്റ്, ഫിയർലെസ്, അങ്ങനെ 3 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഫൺ മോഡിലായിരിക്കും എപ്പോഴും ഈ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് കിടക്കാം. ആ മോഡിനകത്താണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റ് ആയിരിക്കും, എന്നാൽ പെർഫോമൻസ് ഒരു മിനിമം പെർഫോമൻസ് ആയിരിക്കും ഉണ്ടാവുക. റേഞ്ച് കൂടുതൽ കിട്ടുന്നത് ആ മോഡിലായിരിക്കും. സെക്കൻഡ് മോഡ് എന്ന് പറയുന്നത് ഫാസ്റ്റ് എന്ന് പറഞ്ഞ മോഡാണ്. അതിലിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെർഫോമൻസ് കൂടുതലായിരിക്കും വെഹിക്കിളിൻ്റെ, സ്റ്റിയറിംഗ് കുറച്ചുകൂടെ ഹാർഡാവും. മൂന്നാമത്തെ മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിയർലെസ് എന്ന് പറഞ്ഞ മോഡാണ്. അതാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റിയറിംഗ് കുറച്ച് നല്ല ഹാർഡാവും. വെഹിക്കിൾ ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും. 0 to 100 കയറാനായിട്ട് ഈ വെഹിക്കിളിന് 8.3 സെക്കൻഡ്സ് ആയിരിക്കും എടുക്കുക. പിന്നെ നമുക്ക് അല്ലാതൊരു ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് ലൈവ്ലി മോഡാണ്. നമുക്ക് സിറ്റി ട്രാഫിക്കിലൊക്കെ നമുക്ക് ഈ വെഹിക്കിൾ ഓൺ പെഡൽ മോഡിൽ ഓടിക്കാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ, ആക്സിലേറ്ററിന് കാലെടുത്ത് കഴിഞ്ഞാൽ ഒരു ബ്രേക്കിംഗ് ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ റീജനറേഷൻ, അതായത് തിരിച്ച് ബാറ്ററിലോട്ട് ചാർജ് കയറുന്നത് ആ മോഡ് ഉപയോഗിക്കുക. ആ മോഡിൽ പ്ലസ് ഡ്രൈവ് മോഡിൽ ഫണ്ണൂടെ ഇട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റീജനറേഷൻ നമുക്ക് നടക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ സീറ്റ്സ് ഒക്കെ പറയുകയാണെങ്കിൽ ലെതറൈഡ് സീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഫുള്ളി ലെതറൈഡ് സീറ്റ്സ്. പിന്നെ നമുക്ക് ആംറെസ്റ്റ് വരുന്നുണ്ട്. ഏറ്റവും പുറകിലത്തെ സീറ്റിലും ആംറെസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ വെഹിക്കിളിനകത്ത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട്. ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ വണ്ടിയുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അഡ്രനോക്സ് എന്ന് പറഞ്ഞൊരു കണക്ടിവിറ്റി ഇതിനകത്ത് വെഹിക്കിളിൽ വരുന്നുണ്ട്. നമുക്ക് കണക്ടിവിറ്റിയുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ജിയോ ഫെൻസിങ്ങും, പിന്നെ നമുക്കിപ്പോൾ വെഹിക്കിളിപ്പോൾ നമുക്ക് വാലറ്റ് പാർക്കിംഗ്, ഇപ്പോൾ ഒരു പാർക്കിങ്ങിൽ കൊണ്ടിടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോകുന്ന സമയത്ത് നമുക്ക് വാലറ്റ് പാർക്കിംഗ് മോഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എല്ലാം ലോക്കായിരിക്കും. ആ സമയത്ത് ഒരു ആൾക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലോക്കാവും. പിന്നെ ഒരു 5 കിലോമീറ്റർ റേഡിയസിൻ്റെ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് അറിയാൻ പറ്റും. നമുക്ക് ഫോണിൽ മെസ്സേജ് വരും. പിന്നെ നമുക്ക് ഈ ചാർജിങ് കാര്യങ്ങളും എല്ലാം നമുക്ക് ഫോണിൽ കൂടെ തന്നെ അറിയാൻ പറ്റും. എത്ര % ചാർജ് കയറണം ഇതെല്ലാം നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും.
ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോണിൽ കൂടെ തന്നെ അത് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് അലക്സ കണക്ടിവിറ്റിയാണ്. നമുക്ക് ആമസോൺ അക്കൗണ്ടുമായിട്ട് ഇത് പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെഹിക്കിളിൻ്റെ നമുക്ക് ഡോറ്, സൺറൂഫ്, മ്യൂസിക് സിസ്റ്റം ഇതെല്ലാം നമുക്ക് അലക്സ വഴി കൺട്രോൾ ചെയ്യാം. വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വെഹിക്കിൾ AC ഓണാക്കാം. ഇതെല്ലാം നമുക്ക് അലക്സ വഴി ചെയ്യാൻ പറ്റും. പിന്നെ വെഹിക്കിളിൽ 4 സ്പീക്കേഴ്സാണ് വരുന്നത്. 4 സ്പീക്കേഴ്സ് പ്ലസ് 2 ട്യൂട്ടേഴ്സ്, അങ്ങനെ മൊത്തം 6 സ്പീക്കേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് മിറേഴ്സ് വരുമ്പോൾ ഇലക്ട്രിക്കലി ഫോൾഡബിൾ മിറേഴ്സ് ഒക്കെയാണ് വരുന്നത്. ഡോർ പാഡിൽ വരുമ്പോൾ നമുക്ക് അതിനകത്ത് പവർ വിൻഡോസ് 4 പവർ വിൻഡോസ് വരുന്നുണ്ട്. പിന്നെ സെൻട്രൽ ലോക്കിൻ്റെ ബട്ടൺസ് രണ്ട് ബട്ടൺസ് വരുന്നുണ്ട്. ഒന്ന് സെൻട്രൽ ലോക്കിൻ്റെ ബട്ടൺസും പിന്നെ ഒന്ന് വിൻഡോ ലോക്ക് ചെയ്യുന്ന ബട്ടൺസും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മിറർ വരുമ്പോൾ സൈഡ് ORVMs വരുമ്പോൾ ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആൻഡ് അഡ്ജസ്റ്റബിൾ മിറേഴ്സാണ് വരുന്നത്. പിന്നെ സ്റ്റിയറിംഗിലോട്ട് വരുമ്പോൾ സ്റ്റിയറിംഗിൽ ക്രൂയിസ് കൺട്രോളിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വോളിയം കൺട്രോൾസ് വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ. പിന്നെ നമുക്കിപ്പോൾ പുതിയതായിട്ട് പഴയ EV നിന്ന് വ്യത്യാസം വരുന്നത് 26.4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പോപ്പപ്പ് ഡിസ്പ്ലേ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സെയിം സൈസിലുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ക്ലസ്റ്ററിനകത്തും വരുന്നത്. പിന്നെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. പിന്നെ ഓട്ടോ AC വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് 2 ചാർജിങ് പോർട്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ അത് മാത്രമല്ല നമുക്കൊരു വയർലെസ് ചാർജിങ്ങിൻ്റെ പോർട്ടും വരുന്നുണ്ട് വെഹിക്കിളിൽ. നമുക്ക് വണ്ടിയുടെ പെർഫോമൻസിലേക്ക് വരുമ്പോഴത്തേക്കും സേ നോട്ട് ടു റേഞ്ച് ആങ്സിറ്റി 456 കിലോമീറ്റേഴ്സ് റേഞ്ച് ഓൺ സിംഗിൾ ചാർജ്. അതായത് നമുക്ക് 456 കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ടോപ്പ് സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും 19 കിലോമീറ്റേഴ്സിന് റേഞ്ച് 308 കിലോമീറ്റേഴ്സും 130 കിലോമീറ്റേഴ്സിന് റേഞ്ച് 275 കിലോമീറ്റേഴ്സും 150 കിലോമീറ്റേഴ്സിന് റേഞ്ച് 253 കിലോമീറ്റേഴ്സാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പവർ പാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പവർ 150 PS ടോർക്ക് വന്നിട്ട് 310 Nm ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 100 8.3 സെക്കൻഡ്സ് കൊണ്ട് വണ്ടി പെട്ടെന്ന് തന്നെ കയറുന്നതാണ്. ഈ സെഗ്മെൻറ്റ് EVയിലുള്ള കമ്പാരിസൺ വരുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടിക്ക് 4.2 മീറ്റർ ലെങ്ത് വരുന്നുണ്ട്. അതുകൂടാതെ 2600 mm വരുന്നുണ്ട്. അതായത് അത്യാവശ്യം നല്ലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സെഗ്മെൻറ്റ് EVയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 4.2 മീറ്റർ ലെങ്ത്തും കൂടാതെ 2600 mm വീൽ ബേസും വരുന്നുണ്ട്. നമ്മളുടെ ബൂട്ട് കപ്പാസിറ്റി നോക്കുമ്പോഴത്തേക്കും 418 ലിറ്റേഴ്സാണ് ബൂട്ട് കപ്പാസിറ്റിയിൽ വരുന്നത്. ഇത് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലെ ഡ്രൈവ് മോഡ്സ് ആണ്. ഡ്രൈവ് മോഡ്സ് വരുമ്പോഴത്തേക്കും ഫിയർലെസ്, ഫണ്ണ്, ഫാസ്റ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ റീജനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ലൈവ്ലി മോഡ് ഉണ്ട്. ചാർജറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 2 ടൈപ്പ് ചാർജേഴ്സാണ് പറഞ്ഞത്. ഒന്ന് 3.3 kW ചാർജർ, അത് 13 hours ആണ് എടുക്കുന്നത്. കൂടാതെ അത് നമുക്ക് ട്രാവൽ ചാർജറാണ്, പോകുന്നത് എവിടെ വേണോ ആ ചാർജറും കൊണ്ടുപോകാം. രണ്ടാമത് പറഞ്ഞാൽ 7.2 kW 6.5 hours ആണ് അതിൻ്റെ ചാർജിങ് ഇത് പറഞ്ഞത്. പിന്നെ നമുക്ക് അല്ല DC ഫാസ്റ്റ് ചാർജർ 15 kW വരുന്നുണ്ട്, 60 minutes. അത് നമുക്ക് എവിടെ വേണോ, പുറത്ത് ഏത് സ്ഥലത്ത് വേണോ, ഇപ്പോൾ ലുലു ആയാലും ഏതെങ്കിലും സ്ഥലത്ത് റോഡ് സൈഡിൽ തന്നെ നമുക്ക് ചാർജിങ് ഫെസിലിറ്റി അത് ചെയ്തു തരുന്നതാണ്. നമ്മൾ ബാറ്ററിയിലേക്ക് വരുമ്പോഴത്തേക്കും 8 years വാറണ്ടിയാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് 1,16,000 kilometers വാറണ്ടി നമുക്കിതിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. കൂടാതെ നമ്മളെ വണ്ടി IP67 റേറ്റഡ് ആണ്. വാട്ടർ റെസിസ്റ്റൻറ്റും അല്ലാതെ ടെസ്റ്റ് പ്രൂഫുമുള്ള വണ്ടിയാണ്.